നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 190-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നിശ്ചല ഛായാഗ്രഹണൻ നടനുമായ ശ്രീ എൻ.എൽ. ബാലകൃഷ്ണനെ കുറിച്ചിട്ടാണ്. കലയുടെ അത്യുന്നതങ്ങളിൽ ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു ജീവിതം. ഒരുപാട് തവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോഴെല്ലാം ഹൃദ്യമായ ചിരിയും പല തമാശകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹം എടുത്ത ഫോട്ടോസ്, വിഖ്യാതരായ സംവിധായകർ ശ്രീ അരവിന്ദനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെ അവരുടെ ചിത്രങ്ങളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി നിയോഗിച്ച ഒരു വലിയ വ്യക്തിത്വം. നിരവധി ചിത്രങ്ങളിൽ 30-ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുമുണ്ടായി. കാലാതീതമായ കലയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ശ്രീ എൻ.എൽ. ബാലകൃഷ്ണൻ്റെ നാമം കൂടി ചേർക്കാതെ കടന്നുപോകാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. അത്രമാത്രം ഊർജവും അത്രമാത്രം ഭാവനയും അത്രമാത്രം മികവുമൊക്കെ ഉള്ള ഒരു വലിയ നിശ്ചല ഛായാഗ്രഹൻ. അതിലുപരി അമ്മാനങ്ങളിൽ എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം നല്ല നല്ല വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കാലാതീതമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. ചിത്രാഞ്ജലിയിൽ വെച്ച് എത്രയോ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയും ഞങ്ങൾ തമ്മിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന പെരുമാറ്റമൊന്നും മറക്കാനേ കഴിയില്ല. നൂറുകണക്കിന് പ്രഗത്ഭരെ കണ്ടതും അവരുമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള എൻ്റെ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡിൽ അദ്ദേഹത്തെക്കുറിച്ചും വിശദമായി ഞാൻ പറയുന്നുണ്ട്.